ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ അടുത്ത സ്കിറ്റ് അല്ല, ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. അടിപൊളി. നമ്മുടെ കുടുംബത്തിലേക്ക് സോഷ്യൽ മീഡിയ അടക്കി ഭരിക്കുന്ന 2 സെലിബ്രിറ്റീസ് വരുന്നു. സെലിബ്രിറ്റീസ് പറയുമ്പോൾ നമ്മൾ ഗടാഗടിമാരെ 2 ആൾക്കാരെ പ്രതീക്ഷിക്കരുത്. ക്യാപ്സ്യൂൾ വലുപ്പത്തിലുള്ള 2 പേരാണ്. ചെയ്യുന്ന റീൽസ് എല്ലാം മില്യൺ വ്യൂസിലേക്ക് പോകുന്ന 2 പേര്, 2 പൊടിക്കാച്ചികള്. ഓക്കെ, അവര് 2 പേരും ഞാൻ വിളിച്ചോണ്ട് വരാം. നമ്മുടെ കുടുംബത്തിലേക്ക് ലെറ്റ്സ് വെൽക്കം കാശ്വി ആൻഡ് ജാൻവി. ഇതാണ് നമ്മുടെ 2 കുഞ്ഞി സെലിബ്രിറ്റീസ്. അടി കൈ. ഹലോ, ഇവിടെ ഹായ് ഹായ്, സുഖാണോ? ഈ തലമുടിയൊക്കെ ആരെ ഇങ്ങനെ കെട്ടി വെച്ചത്? മേളത്തെ ചേച്ചിമാരില്ലേ, ആ മേക്കപ്പ് ഇട്ട് തന്നെ അവര്. മേളത്തെ ചേച്ചിമാരില്ലടാ, മേളത്തെ ചേച്ചിമാര് മേക്കപ്പ് ഇട്ട് തന്നെ അവരാണ് അല്ലേ? നല്ല മേക്കപ്പ്. ഈ ഡ്രസ് ആരാ തന്നെ? അവിടുത്തെ ചേച്ചിമാരാണോ? അവരല്ല, അമ്മ. നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ, ഓൺ കോസ്റ്റ്യൂം ആണ് അല്ലേ? എവിടെ വീടൊക്കെ എവിടെയാണ്? വീട് നിങ്ങൾ എവിടുന്നാ വരുന്നത്? എവിടെയാ സ്ഥലം? ദുബായിലാണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛനും അമ്മയും. അച്ഛന്റെ പേരെന്താ? ലിറ്റിൽ ലിറ്റിൽ മനസ്സിലായില്ല. ലിറ്റിലാ? അടിപൊളി പേര്. അമ്മയുടെ പേരോ? മനസ്സിലാവില്ല. അപ്പൊ നമുക്ക് റീല് ചെയ്യാം. ആംഗിൾമാരൊന്നും കണ്ടിട്ടില്ല. അപ്പൊ ആംഗിൾമാരെ നമുക്ക് കണ്ട് ഞെട്ടിക്കാം. നമുക്ക് ഞെട്ടിക്കാം. അപ്പൊ സൈലന്റ്. അത് കലക്കി. നല്ല ഭംഗിയുണ്ടായിരുന്നു. സൂപ്പർ, അടിപൊളി. നമുക്ക് അവരോട് വിശേഷം ചോദിച്ചാലോ? ആ അങ്കിൾമാരൊക്കെ പേര് ചോദിക്കും. ആദ്യത്തെ അങ്കിളിനോട് സംസാരിച്ച അങ്കിളിന്റെ പേരെന്താന്ന് ചോദിച്ചേ? അങ്കിളുടെ പേരെന്താ? എന്നോടാണോ? എന്റെ പേര് ബിജുക്കുട്ടൻ. എന്താ പേര്? അതെന്താ ഇങ്ങനെ കൂടി പറഞ്ഞത്? കളിയാക്കുന്ന പോലെ. നാട്ടില് വേറെന്തോ അർത്ഥം വന്നത്. അപ്പൊ ജീവകൊക്കെ ഭയങ്കര അർത്ഥം ഉണ്ടാവോടാ. ഇനി രണ്ടാമത്തെ അങ്കിളിന്റെ പേര് ചോദിക്കാം. പേര് നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് ഷാജോൺ അങ്കിള്. അത് മതി, അത്രയും എത്തിയല്ലോ. അത് മതി. ഷാജോൺ ചേട്ടൻ. ഷാജോൺ ചേട്ടനോടോ? ഷാജോൺ ചേട്ടൻ. അതാണ്. മൂന്നാമത്തെ അങ്കിളിനെ അറിയാവോ? പേര് ചോദിച്ചേ. പേരെന്താ? നസീർ സംക്രാന്തി. ഇനി അതൊന്ന് പറഞ്ഞു. സംക്രാന്തി. മറ്റേയാളെ കൊണ്ട് പറയ്ക്ക്. ആ മൂന്നാമത്തെ അങ്കിളിന്റെ പേരെന്താ? നസീർ സംക്രാന്തി. ഒക്കെ മനസ്സിലായില്ല. അതാന്ന്. ചക്രാന്തിയാണ് മാത്രമേ മനസ്സിലായുള്ളൂ നമുക്ക്. എന്നാ പിന്നെ അടുത്ത റീലിലേക്ക് കടന്ന. ഞാൻ അറിഞ്ഞു നമ്മുടെ ഐറ്റം ഈ പരിപാടിയുടെ എന്തോ റീൽ ചെയ്യുമെന്ന് ഞാൻ അറിഞ്ഞല്ലോ. എന്നോട് ഏതോ ഒരു അങ്കിൾ അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ ഇവിടുത്തെ ഐറ്റം പിന്നെ നമ്മുടെ പരിപാടിയുടെ എന്തോ റീൽ ചെയ്യുന്നതാണോ? സത്യമാണോ? ചെയ്യുവോ ചേച്ചി? നമ്മുടെ സുമി ചേച്ചിയുടെ. പക്ഷെ 2 മിനിറ്റ് നിങ്ങൾ തരണം. എന്താണ്? ചെറിയ കോസ്റ്റ്യൂം ചേഞ്ച് ഉണ്ട്. ഓക്കെ, ആയിക്കോട്ടെ. ഓക്കെ, റെഡി. വിളിച്ചതാ, അവന്റെ കൂട്ടുകാരെല്ലാം കൂടെ ചെലവിന് ടൂർ കൊടുക്കണമെന്ന്. എന്തോ കൊക്കമ്പിച്ചടി പറയാ. കൂട്ടുകാരെല്ലാം കൂടെ ടൂറിന് പോകുന്ന ചെലവിന് കൊടുക്കണമെന്ന്. കൂട്ടുകാർക്കെല്ലാം കൂടെ ചെലവിന് കൊടുക്കണം. ഞാൻ കൂടെ ഉണ്ടാക്കി വെച്ചേക്ക് പോണം. അതല്ലെന്ന്, കുഞ്ഞിന് എന്തേലും കൈമണി കൊടുക്കാനെന്ന്. എവിടാ പോന്നെ? എവിടാടാ പോന്നെ? മൂന്നാറാ പോന്നെ. മൂന്നാർ എന്തോ കാണാൻ പോവാ അവൻ. ഇരിക്കാൻ പറ അവനോട്. മൂന്നാർ എന്തോ കാണാൻ പോവാടാ നീ. എന്നും ഞാൻ ഈ വീട്ടിൽ നിന്ന് 2 മരമോത്ത കാണുമല്ലോ. നാട്ടിൽ പോയി അവിടെ പോയി എല്ലാ ആൾക്കാരെയൊക്കെ കാണട്ടെ. ഇന്നും ഇവൻ ഈ വീട്ടിൽ നിന്ന് ഈ തിരുമോന്ത കാണുന്നില്ലയോ? നാട്ടിലെങ്ങനെ പോയി നല്ലൊരു മോന്ത കാണും. അവൻ 2 മോന്തയുടെ കാര്യമാണല്ലോ പറഞ്ഞു. ഒരെണ്ണം ഞാൻ ഇപ്പൊ കട്ട് ചെയ്തു. നീ മിടിക്കുക ഇടയ്ക്ക് എന്നിട്ടേ അവൻ പറയുന്നത് എന്നോടും ഞാൻ പറയുന്നത് അവനോടും പറഞ്ഞാൽ മതിയല്ലോ. തീർന്നല്ലോ, പഠിക്കണ്ടല്ലോ, മിടിക്കാൻ. പൈസ വല്ലതും കൊടുക്കുന്നത്. എത്ര രൂപ വേണം ചൈന്? 2500 രൂപ. 2500 എന്തിനാണ് നിനക്ക് നിരക്കാൻ പോകുന്നതിന്? 5000 രൂപ.
ഏ എങ്ങനെയുണ്ടായിരുന്നു? പറ ഞങ്ങളെ ഗംഭീരം ഗംഭീരം ഗംഭീരം. ആണോ? പിന്നെ. അടിപൊളി അടിപൊളി. ഇനി വേറെ ഐറ്റം ഉണ്ട് മോനെ. എന്താ? വനജ ടീച്ചർ. ആഹാ. മലയാള പദ്യം പഠിച്ചിട്ടുണ്ട്. ടീച്ചറെ ആദ്യം ചൊല്ലാനാ നീ ചൊല്ല്. ഞാനും ടീച്ചറെ ആദ്യത്തെ ലൈൻ എന്ന് പറയാമോ? ഇത് കുട്ടികളോടൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അശോകൻ എന്നായിരുന്നു പേര്. അടിപൊളി 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 അടിപൊളി. ആ അല്ലേ? കാലക്കി ഇനി ഞാനൊരു പാട്ട് പാടണം. പാട്ട് പാടുന്നുണ്ട്. ആ കാശ്മീർ പാട്ട് പാടാൻ പോകുന്നു. കുക്കുറുക്ക് കുറുക്കെ ആ. കക്കിലൊക്കെ കാണുമ്പോ പണ്ടോള് കാട്ടിലെത്തി ആ. മുണ്ടിൽ കണ്ട് കുഴിച്ച് ആ. നാട്ടി വെള്ളം കുഴിച്ച് കൊമ്പറ്റ നോക്കിയിരുന്നു. കുക്കുറുക്ക് കുറുക്കെ ആ. കക്കിലൊക്കെ കാണുമ്പോ ആ. പണ്ടോള് കാട്ടിലെത്തി ആ. മുണ്ടിൽ കണ്ട് കുഴിച്ച് നാട്ടി വെള്ളം കുഴിച്ച് കൊമ്പറ്റ നോക്കിയിരുന്നു. അടിപൊളി അടിപൊളി. കാശ്വിക്കും ജാൻവിക്കും ഒരു നല്ല കൈ കൊടുത്തേ. ജാൻവി ആൻഡ് കാശ്വി, ഇതൊക്കെ ആരാണ് ഇതൊക്കെ പഠിപ്പിച്ചു തരുന്നത് നിങ്ങൾക്ക്? അമ്മ. അമ്മയാണോ? ആ. അമ്മയുടെ പേരെന്താന്നാ പറഞ്ഞത്? പൂജ. പൂജ. അപ്പൊ അമ്മേനെ ഒന്ന് വിളിച്ചാലോ നമുക്ക്? അമ്മ കം, അമ്മ കം. പൂജ നമസ്കാരം. പൂജ നമസ്കാരം. ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ട് മക്കളുടെ പെർഫോമൻസ് ഒക്കെ. ഒരുപാട് സന്തോഷം നമ്മുടെ ഈ ഫ്ലോറിൽ വന്നിട്ട് മക്കളുടെ ഒരു പെർഫോമൻസ് ഒക്കെ കാണാൻ കഴിഞ്ഞതിൽ. നിങ്ങൾ സെറ്റിൽ ചെയ്തിരിക്കുന്നത് ദുബായിലാണ് അല്ലേ? ദുബായിലാണ്. ഓക്കെ. നാട്ടിൽ എവിടെയാണ്? എന്റെ വീട് തലശ്ശേരി, ആ. ഹസ്ബൻഡിന്റെ വീട് തൃശ്ശൂർ. തൃശ്ശൂർ. ഹസ്ബൻഡിന്റെ പേരെന്തായിരുന്നു? ഋഷി. ഋഷി. ആ. ഓക്കെ ഓക്കെ. ഋഷി അവിടെ എന്താണ് ബിസിനസ് ആണോ? Engineer ആണ്. ഓക്കെ. പൂജ വർക്ക് ചെയ്യാണോ? ഇപ്പൊ ഇവരുള്ളത് കൊണ്ട് ബ്രേക്കാണ്. ഈ വർക്ക് തന്നെ ഓക്കെ. കൂടുതലല്ലേ? അതെ അതെ അതെ. ജാൻവി. ഹെവി വർക്കാണ്. ഓക്കെ ഓക്കെ. രണ്ടുപേരും ഒന്ന് വന്ന് നിന്നൊരു കാര്യം ചോദിക്കട്ടെ. രണ്ടുപേരും നിർത്തണം. എന്റെ നെടുമ്പുറത്താ രണ്ടെണ്ണം. അല്ല അല്ല വന്ന് നിന്ന് നോക്കട്ടെ. ആള് അല്ല പൂജ ജോലിക്ക് പോകത്തിന്റെ കാര്യം മനസ്സിലായി. ഇതൊരു വലിയ ജോലി തന്നെയാണ് അല്ലേ? അല്ല ഇവര് എത്ര നാളായി ഇത് പഠിച്ചെടുത്തിട്ട്? ഇവരിപ്പം 3.5 വയസ്സ് മുതലേ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും ഒക്കെ പാട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ചെയ്തു നോക്കും ടിവിയിലൊക്കെ കാണുമ്പോഴേ. അങ്ങനെയാണ് മനസ്സിലായത് ഇതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെന്നേ. ശരി. പെട്ടെന്ന് 1-2-3 പ്രാവശ്യം കാണും, അത് അതുപോലെ തന്നെ ചെയ്യുന്ന കാണിക്കും. ശരി ശരി. അല്ല ഏതോ ഒരു അവാർഡൊക്കെ കിട്ടിയില്ലേ? കലാഭവൻ മണിന്റെ ബഹുമുഖ പ്രതിഭക്കുള്ള അവാർഡ്. അടിപൊളി അടിപൊളി അടിപൊളി. കാശ്വി ആൻഡ് ജാൻവി, അച്ഛനെന്താ കൊണ്ടുവരാതിരുന്നേ? അച്ഛൻ ദുബായിലല്ലേ? അയ്യോ. അപ്പൊ എത്ര ദിവസമായി ഇപ്പൊ അച്ഛനെ കണ്ടിട്ട്? കൊറേ വർഷം. കൊറേ ദിവസമായോ? അച്ഛൻ 30 വരും. 30 ഏപ്രിൽ 30-നോ? അയ്യോ ഇനി കൊറേ ദിവസം ഉണ്ടല്ലോ. 30 ഇല്ലേ 30? ആ സമയത്തിൽ വരും. അപ്പൊ എന്തായാലും ഗിഫ്റ്റ് ഉണ്ട്. അല്ല നമ്മൾ ആ സമ്മാനം കൊടുക്കുന്ന ഇവര് ദുബായ് ചെല്ലുമ്പോ അച്ഛന് കൊടുക്കട്ടെ. അതെ 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 അതെ. അപ്പൊ അന്ന് സമ്മാനം തരട്ടെ? ഒരു സമ്മാനം തന്നിട്ട് അച്ഛന് കൊടുക്കോ? ആ. അപ്പൊ ഒരു കാര്യം ചെയ്യാ, സമ്മാനമായിട്ട് ഇപ്പൊ ഒരാള് ആ ഡോറ് തുറന്നു വരും കേട്ടോ. കയ്യിന്ന് പോയി. ജാൻവി കരുതേ ആരോ മിമിക്രി ആർട്ടിസ്റ്റ് പറയണത്. നോക്കിയിട്ട് ഇങ്ങനെ ചക്ക വെൽക്കം. നമ്മുടെ കുടുംബത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. വിഷയം നമസ്കാരം. നമസ്കാരം. ഒരുപാട് സന്തോഷം കണ്ടതില്. എനിക്കും വളരെ സന്തോഷം. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അല്ലേ? എയർപോർട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്ന് ഇവിടെ പെർഫോം ചെയ്യുന്നത് അവിടെ നിന്ന് കണ്ടു. നേരെ ബാക്കിൽ കൂടെ ഒരു എൻട്രി കിട്ടി. ഓക്കെ. അപ്പൊ എന്തായാലും സന്തോഷം നിങ്ങളെ ഫാമിലി ആയിട്ട് കണ്ടതില്. ഇനിയിപ്പോ എത്ര നാളുണ്ടാവും നാട്ടിൽ നിങ്ങൾ? 18th വരെ ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇനിയും കാണാൻ പറ്റട്ടെ. കുട്ടികളുടെ എല്ലാ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് വരട്ടെ. ഇനിയും മിടുക്കികളായിട്ട് ഇനി പാട്ടും റീൽസും ഡാൻസും ഒക്കെ ആയിട്ട് ഗംഭീരമായിട്ട് വരട്ടെ കേട്ടോ. നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഒരുപാട് സന്തോഷം. ഓക്കെ. അപ്പൊ ഒരു നല്ല കൈഡ് കൊടുക്കൂ. ചാറ്റാട്ടോ. ഒത്തിരി സന്തോഷം. ഓക്കെ.